ഹലോ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഈ വർഷത്തിൻ്റെ എൻഡിങ് ആയിട്ടും അടുത്ത വർഷത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിട്ട് എല്ലാവരും പല പല രീതിയിൽ ബിസി ആയിരിക്കും അല്ലേ? ആണോ? ആയിരിക്കും, ആവണമല്ലോ. എന്തായാലും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ അധികം ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇതെൻ്റെ 4ാമത്തെ ലോങ് വീഡിയോ എന്തോ ആണ്. കൂടുതലും ഞാൻ ഷോർട്ട് വീഡിയോസാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാറ്. വേറൊന്നും കൊണ്ടല്ല, സമയത്തിൻ്റെ അഭാവം തന്നെയാണ് മെയിൻ കാരണം. അതുപോലെ തന്നെ ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഈ വർഷം തുടങ്ങിയപ്പോഴേ വിചാരിച്ചതാണ് ഒരു സ്ക്രാപ്പ് ബുക്ക് അല്ലെങ്കിൽ ബുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ബുക്ക് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴത്തെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ മുന്നേയൊക്കെ ഈ എക്സ്പ്ലോഷൻ ബോക്സ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തിക്നെസ്സുള്ള പേപ്പർ വേണമല്ലോ. അപ്പോൾ കട്ടിയുള്ള ചാർട്ടുകളായിരുന്നു ഞാൻ കൂടുതലും മേടിക്കാറ്, കളർ ചാർട്ട്സ്. കൂടുതലും എനിക്ക് ഈ ലാസ്റ്റ് ടൈം ഓർഡേഴ്സ് കിട്ടുന്നതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കാണുന്ന നല്ല നല്ല കളേഴ്സൊക്കെ മേടിച്ച് വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് അതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇത് അവിടെ ഇരുന്നിരുന്ന് ജസ്റ്റ് ഒരു ക്ലട്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ. അപ്പോൾ റൂം ഡീക്ലട്ടർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം എനിക്ക് ചെയ്യേണ്ടത് ഇതിനെയൊക്കെ ഒന്ന് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ, കാശ് കൊടുത്ത് മേടിച്ചല്ലേ. അതുകൊണ്ട് ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. ഒരു ജസ്റ്റ് സ്ക്രാപ്പ് ബുക്ക് പോലെ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റൊക്കെ ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തും ചെയ്യാൻ പറ്റുന്ന കുറച്ച് തിക്നെസ്സൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ബുക്കാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. റോൾ ചെയ്ത് വെച്ചിരുന്ന പേപ്പർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അയൺ ചെയ്ത് കൊടുത്തൊക്കെയാണ് ഇതിനൊന്ന് പ്ലെയിൻ ആക്കിയത്. ഇതിൽ പല ചാർട്ടുകളും കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഒന്നും ശരിക്കുള്ള കളർ ഇങ്ങനെയല്ല. ഇതിങ്ങനെ ഇരുന്നിരുന്ന് ആ കളറൊക്കെ ഒന്ന് മങ്ങി ഇതുപോലെയൊക്കെ ആയതാണ്. സ്ക്വയർ പേജസ് ഉള്ള ബുക്ക് വേണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൈസിന് 21x21 ആണെന്ന് തോന്നുന്നു ഞാൻ എടുത്തത്. അപ്പോൾ ഒരു ചാർട്ടിൽ നിന്ന് ഒരു 3 ഷീറ്റ് കിട്ടുന്ന രീതിയിൽ, അതായത് 2 പേജ് വെച്ച് 3 ഷീറ്റ് കിട്ടുന്ന രീതിയിലായിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തത്. ചില ചാർട്ടുകളൊന്നും അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലും ആയിരുന്നില്ല. അപ്പോൾ ഉള്ള രീതിയിൽ ജസ്റ്റ് എല്ലാത്തിനും സെയിം മെഷർമെൻറ്റിന് കട്ട് ചെയ്തെടുത്തു. ഞാനങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് വെക്കാൻ എന്ന രീതിയിലല്ല ചെയ്യുന്നത്. അതുപോലെ ഇത് ചെയ്യാനും പറ്റത്തില്ല, കുറച്ച് തിക്നെസ് ഉള്ള പേപ്പറാണ്. കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൂചി നൂലൊക്കെ വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താവുമെന്ന് അറിയാണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഇതിങ്ങനെ സൂചി വെച്ചിട്ട് ഹോളിടുമ്പോൾ നമുക്ക് കൈ വേദനിക്കും. അപ്പോൾ അത് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഹാക്കെന്ന് വേണമെങ്കിൽ പറയാം. വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് അതിൽ ആ ഗ്ലൂ ഉള്ള പാർട്ടിൽ സൂചി വെച്ചിട്ട് നമ്മുടെ കൈക്ക് ഓക്കെ ആവുന്ന രീതിക്ക് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഹോളിട്ടാൽ പെട്ടെന്ന് പരിപാടി കഴിയും. ട്രൈ ചെയ്ത് നോക്കിക്കോ ഏതെങ്കിലും രീതിയിൽ. ഇപ്പോൾ ഈ എംബ്രോയ്ഡറി ഫ്രെയിമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഹോൾ ഇടേണ്ടി വരും പിക്കിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ഇത് പറ്റിയൊരു മാർഗ്ഗമാണ്, ഓർത്തു വെച്ചോ. ഞാൻ മുന്നേ ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തത്. അങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റിൽ എല്ലായിടത്തും ഇതുപോലെ ഹോളിട്ട് കൊടുത്തു. ഹോളിട്ട് കൊടുത്തതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൂചി നൂലും വെച്ച് ചെയ്യുമ്പോൾ പുറത്തൂടെ അകത്തൂടെ ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റ് പൊസിഷനിൽ ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ അങ്ങ് ഹോളിട്ട് സെറ്റാക്കിയത്. പിന്നെ ടോപ്പിക്കൊന്നും തന്നെ മാറിയതല്ല, എൻ്റെ കയ്യിൽ ഒരുപാട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഡിസംബർ തുടങ്ങിയപ്പോൾ ഞാനൊരു ആവേശത്തിന് വേണ്ടി പ്രിൻ്റ് എടുത്തതാണ്, പല പല ക്രാഫ്റ്റെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. ഒന്നും അങ്ങോട്ട് നടന്നതുമില്ല. ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയർ ആവാറായി. ഇനിയെങ്കിലും അതിനെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അടുത്ത ക്രിസ്മസ് വരെ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതല്ലേ. ബാക്ക് ഓൺ ടോപ്പിക്. അങ്ങനെ നമ്മൾ സൂചി നൂലും എടുത്തിട്ട് ജസ്റ്റ് താഴെ നമ്മൾ ഈ തയ്ക്കുന്നൊക്കെ രീതിയിൽ താഴെ ഒരു നോട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഹോളിൽ കൂടി കയറ്റി അകത്തോട്ടെടുക്കുക, അകത്തൂടെ എടുത്ത് പുറത്തോട്ടെടുക്കുക. അതിപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതിനേയും കാട്ടിലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ വരും, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. അതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് കണ്ടാൽ കൺഫ്യൂഷൻ തോന്നുമെന്നേ ഉള്ളൂ, പക്ഷേ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. അതേപോലെ നമുക്ക് വെറുതെ ഇരുന്ന് എന്തെങ്കിലും മൂവിയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ ഫസ്റ്റ് പേജ് ചെയ്യുമ്പോൾ മാത്രമേ ഇത്ര ഒരു കഷ്ടപ്പാടുള്ളൂ. അതായത് ആ ഒരു പേജിൽ എല്ലാ ഹോളിൽ കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ സൂചി കയറ്റവും ഇറക്കവും അങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ട് ഫൈനലി നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചു വരുമ്പോൾ
എല്ലാ ഒരു സൈഡിലും ഇതുപോലെ ത്രെഡ് ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ആ നോട്ട് സെയിം ഹോളിൽ കൂടി തന്നെ സൂചി പുറത്തോട്ടിട്ട് ഉള്ളിലെ ആ നോട്ടിനെ പുറത്തോട്ട് ഇറക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് പേജിൻ്റെ പരിപാടി കഴിഞ്ഞു. ഈ ഒരു പേജിന് മാത്രമേ നമുക്ക് ഇത്രയും പണിയെടുക്കേണ്ടി വരുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള പേജസൊക്കെ ജസ്റ്റ് ഈ പേജുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പോകണം എന്നത് മാത്രമാണ്. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നേണ്ട ആവശ്യം വരത്തില്ല. എവിടെ നിന്നാണോ സ്റ്റോപ്പ് ചെയ്തത് അതേ ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ അടുത്ത പേജ് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പേജിൽ ചെയ്ത ആ ഒരു ത്രെഡിൻ്റെ ഒരു സൈഡിൽ കൂടി കയറ്റി അടുത്ത സൈഡിൽ കൂടി ഇറക്കി നമ്മൾ ഏത് ഹോളിൽ നിന്നാണോ പുറത്തോട്ട് വന്നത് അതേ സെയിം ഹോളിൽ കൂടി തന്നെ അകത്തോട്ട് പോവുക. കുറച്ചധികം കൺഫ്യൂഷനായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ അത് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ചെയ്തു നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അല്ലെങ്കിലും സ്വന്തമായിട്ടൊരു ബുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതല്ലേ? ആണ്. ഇതൊക്കെ ഒരു രസമല്ലേ? ഇപ്പോൾ കണ്ടോ, നമ്മൾ ഈ സെക്കൻഡ് പേജിനെ ഫസ്റ്റ് പേജുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുന്ന പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ പേജസും. നമ്മൾ എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്യുന്നതെന്നല്ല, എവിടെ വെച്ചാണോ ആ ഒരു പേജിൻ്റെ പണി കഴിയുന്നത് ആ പൊസിഷനിൽ അടുത്ത പേജ് വെക്കുക. അവിടുത്തെ ഹോളിൽ നിന്ന് അടുത്ത പേജിനെ ഇങ്ങനെ തുന്നി തുടങ്ങുക. അങ്ങനെയാണ്. ഈ തുന്നുന്നത് തന്നെയാണോ ശരിക്കും പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് മനസ്സിലായോ? ഇനിയിപ്പം നമ്മളെ മെയിൻ പരിപാടി എല്ലാ പേജസും ഇതുപോലെ കണക്ട് ചെയ്യുക എന്നതാണ്. അതായത് ഇപ്പോൾ സെക്കൻഡ് പേജ് ഫസ്റ്റ് പേജുമായിട്ട് കണക്ട് ചെയ്യുക, തേർഡ് പേജ് സെക്കൻഡ് പേജുമായിട്ട് കണക്ട് ചെയ്യുക, ഫോർത്ത് വെക്കുന്നത് തേർഡുമായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ ഒരു കണക്ട് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ത്രെഡിൻ്റെ ഡിസൈൻ അല്ല പിന്നെ അങ്ങോട്ടുള്ള എല്ലാത്തിനും സെയിമാണ്. ഇതിപ്പോൾ ഒരെണ്ണം അങ്ങ് ചെയ്ത് സെറ്റായാൽ പിന്നെ ആ ഒരു ഫ്ലോയിൽ ബാക്കിയൊക്കെ ഇങ്ങ് വന്നോളും. അങ്ങനെ ഇതുപോലെ ബാക്കിയുള്ള പേജസ് എല്ലാം കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് ഈ ത്രെഡ് തീർന്നു പോകുന്നൊരു പോയിൻ്റ് വരുമല്ലോ. അതുകൊണ്ട് ആദ്യമേ നീളമുള്ള നൂലൊന്നും എടുക്കണ്ട. കറക്റ്റ് ആവശ്യമുള്ള സൈസിന് എടുത്താൽ മതി. നീളമുള്ളത് എടുത്താലും അതിങ്ങനെ ടാങ്കിൾ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. എവിടെ വെച്ചാണോ തീർന്നു പോകുന്നത് അവിടെ ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിനെ പുറത്തോട്ട് ആ ഹോളിൽ കൂടി പുറത്തോട്ട് കൊണ്ടുവരിക. അതിനുശേഷം അടുത്ത ത്രെഡ് എടുത്തിട്ട് സെയിം ഹോളിൽ കൂടി തന്നെ ബാക്കി പ്രോസസ്സ് ഇത്രയും നേരം ചെയ്ത മാതിരി കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് അത് വലിയ പണിയല്ല, ജസ്റ്റ് സിമ്പിളാണ്. അതുകൊണ്ട് ത്രെഡിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അങ്ങനെ എല്ലാ പേജസും ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ആ ലാസ്റ്റ് ആ നൂല് പുറത്തോട്ടിട്ട അവിടെ നിന്നും ഫസ്റ്റ് പേജും, അതായത് ലാസ്റ്റ് പേജ് ഫസ്റ്റ് പേജുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. 2 ത്രെഡും കൂടി ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമില്ലേ? എല്ലാ കളറും ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു സാധനം നമുക്കിഷ്ടപ്പെട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ പിന്നെന്താ അതിലൊരു കാര്യം? അതുകൊണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഈ ഒരു പാർട്ട് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. പിന്നെ മുമ്പിൽ ഫെവിക്കോള് കണ്ടതുകൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഫെവിക്കോള് ആ ബൈൻഡിലല്ല ആ ബുക്കിൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് വെയിറ്റുള്ള ബുക്കുകളൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാൻ ബുക്കിൻ്റെ ബൈൻഡ് സെറ്റാക്കിയത്. കുറച്ച് കാർഡ്ബോർഡൊക്കെ നമ്മുടെ ബുക്കിൻ്റെ സൈസിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ചാർട്ടാണിത്. ഇതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എല്ലാ പേജസും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. അതവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഇത് ബാക്കി വന്നത് നന്നായി. അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യാനായിട്ട് സാധനം ഉണ്ടാകത്തില്ലായിരുന്നു. ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ ചെയ്തത്. അതിലങ്ങനെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചെയ്തു വന്നപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ ബുക്കിൻ്റെ പേജസ് ഈ വെയിറ്റൊക്കെ വെക്കുന്നതിന് മുന്നേ ആയിരുന്നു ആ സെൻറ്ററിലെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ സൈസ് എടുത്തത്.
ഈ ബുക്ക് പിന്നെ വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും അത് ചെറുതായിട്ട് വലുതായിപ്പോയി. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് വെച്ച് തന്നെ ഒട്ടിക്കേണ്ടിരുന്നു. കാരണം വേറെ ചാർട്ടില്ലേ, അതുകൊണ്ട് ഇതിൽ തന്നെ കുറച്ച് കട്ടിങ് ഒക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് ആ കണ്ടത്. ഇനി ജസ്റ്റ് ബുക്കിൻ്റെ ആ സൈഡിൽ ഹോട്ട് ഗ്ലൂ തേച്ചിട്ട് സെൻറ്റർ പാർട്ട് ആദ്യം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ആയിട്ട് ആ ബൈൻഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഫസ്റ്റ് പേജ് ഫ്രണ്ടിലത്തെ ബൈൻഡിലും ലാസ്റ്റ് പേജ് ലാസ്റ്റിലത്തെ ബൈൻഡിലും കൂടി ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ബുക്കിൻ്റെ പരിപാടി ആകെ മൊത്തത്തിൽ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ശരിക്കും സിമ്പിളാണ്. അങ്ങനെ സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളല്ല. ഞാനിത് ഏതാണ്ട് 1.5 ആഴ്ച എടുത്തു. കാരണം അങ്ങനെ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം ഇരുന്നല്ല ഞാൻ ചെയ്തത്. അങ്ങനെ ഇരുന്ന് ചെയ്താൽ അപ്പം തന്നെ തീരാവുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ ഞാൻ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പെട്ടെന്നൊന്ന് പേജ് കട്ട് ചെയ്യും, അയൺ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് ഏതാണ്ട് ഒരു 1.5 ആഴ്ചയൊക്കെ കൊണ്ട് എടുത്ത സാധനമാണിത്. എന്തായാലും സംഭവത്തിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബുക്ക് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞില്ല. ഇനി അതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ ഡിസൈൻ ചെയ്യാനുണ്ട്. ഫ്രണ്ട് പേജെന്ന് വെച്ചാൽ ബൈൻഡിൻ്റെ ഫ്രണ്ട് പേജുണ്ട്, ഉള്ളിലെ ഫ്രണ്ട് പേജുണ്ട്. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്താൽ ഈ വീഡിയോ വീണ്ടും ലെങ്ത് കൂടിപ്പോവും. ഇപ്പം തന്നെ കുറച്ചധികം ലെങ്തായോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഉണ്ടാക്കിയ ക്രാഫ്റ്റൊക്കെ ഇതിൽ ഒട്ടിച്ച് വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ആദ്യമേ ഉണ്ടാക്കിയൊരു ഫ്ലിപ്പ് ഫ്രെയിമാണിത്. ഈ ആനിമീല ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് ഞാൻ ഇതിലൊട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ റെഡും വൈറ്റും പേപ്പർ എടുത്തപ്പോൾ തന്നെ ക്രിസ്മസ് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യാം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ഇപ്പോൾ പിന്നെ ക്രിസ്മസ് റിലേറ്റഡ് ഒരുപാട് പ്രിൻ്റ് എൻ്റെ ഉള്ളത് കൊണ്ട് എന്തായാലും അത് ചെയ്യേണ്ടത് ഒരു അനിവാര്യമായ ഘടകമായി മാറിയതുകൊണ്ട് ഞാൻ കുറച്ച് ക്രാഫ്റ്റൊക്കെ കണ്ട ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ അല്ലാണ്ട് ഒരു പ്രീ പ്ലാൻഡ് ചെയ്തു അങ്ങനെ മെഷർമെൻറ്റ് ചെയ്തിട്ടോ ഒന്നും ചെയ്തതല്ല. കയ്യിലുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള രീതിയിൽ ചെയ്തതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വല്ല ഉറപ്പൊന്നുമില്ല. എല്ലാം കൂടി വാരി വലിച്ച് ഇട്ടേക്കുന്ന മാതിരിയാണ്. പിന്നെ സ്ക്രാപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മനസ്സിലായി. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഈ ഒരു കാറിങ്ങനെ ക്രിസ്മസ് ട്രീ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ട്രീ വെക്കണം എന്നാണ്. എന്തായാലും അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഞാനങ്ങനെ എങ്ങും കണ്ടില്ല. ഞാനിങ്ങനെ ഈ കാർഡിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് നീളുന്നത്. അങ്ങനെ ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതായിരുന്നു. പിന്നെ ആ ഫ്രണ്ട് പേജിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു, ട്രീ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രീ ഒക്കെ വാട്ടർ കളർ പേപ്പറിൽ ജസ്റ്റ് കളർ ചെയ്ത് കൊടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് വെച്ചാൽ ഇതിൽ നിന്നും നല്ല രീതിക്ക് കിട്ടും. ഞാനാണേ മടി കാരണം അതും പ്രിൻ്റ് എടുത്തിട്ട് ചെയ്തപ്പോൾ ഇതൊരുമാതിരി കുന്നാണോ മലയാണോ എന്നറിയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പുണ്ട്. പിന്നെ സഹിച്ചല്ലേ പറ്റൂ, വേറെ വഴിയില്ല. പിന്നെ വേറൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഈ ക്രാഫ്റ്റിൻ്റെ കാര്യം ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തായിരുന്നു, ബുക്കിൽ തന്നെ വെച്ച് ചെയ്യാമെന്ന് വെച്ച്. പക്ഷെ അതങ്ങോട്ട് ഫ്ലോപ്പായിപ്പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് അല്ലാണ്ടൊരു പേപ്പറിൽ ചെയ്ത് നോക്കിയിട്ട് അതിനെ എടുത്തൊട്ടിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പ്രിൻറ്റുകളും അവിടെ ഒട്ടിച്ചു കൊടുത്തുന്നുള്ളൂ. അങ്ങനെ അറേഞ്ച് ചെയ്തൊന്നും അല്ല ഒട്ടിച്ചു കൊടുത്തത്. എന്തായാലും ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം ഞാനല്ലേ ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ ഇഷ്ടപ്പെടണ്ടേ? അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു 2024 ബക്കറ്റ് ലിസ്റ്റിലെ ഒരു സാധനമായിരുന്നു ഈ ബുക്ക് ഉണ്ടാക്കുന്നത്. അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിസംബറിലെ കുറച്ച് ബക്കറ്റ് ലിസ്റ്റിലുള്ളതായിരുന്നു ഈ കാർഡൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ, ടാറ്റാ.